ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. 2025 നടക്കാനിരിക്കുന്ന HSA നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടെ തീർച്ചയായും പ്രതീക്ഷിക്കാം. HSA നാച്ചുറൽ സയൻസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് സെൻസോയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കോഴ്സ് മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. അതായത് റെക്കോർഡഡ് ലെക്ചർ, സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ്. സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് comprehensive collection of study materials in covering all the topics in the syllabus of our exam, including detailed descriptive notes and MCQs. Practice test and mock test on the doubt clearance sessions on the online classes and offline classes on the മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള HSA നാച്ചുറൽ എക്സാമുകളിൽ സെൻസോവിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിലെ സെൻസോ റാങ്ക് ഹോൾഡേഴ്സ് ഇതാണ്. ചിലരുടെ ഫോട്ടോസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ 1ാം റാങ്ക്, മറ്റ് ജില്ലകളിലും സെൻസോവിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകൾ ലഭിച്ചു. കൊല്ലം, ട്രിവാൻഡ്രം 1ാം റാങ്കാണ്. പിന്നെ വിവിധ ജില്ലകളിൽ ലഭിച്ചവരുടെ പഠനമാണ്. ഇതിൽ പല റാങ്ക് ഹോൾഡേഴ്സും ലോങ് ടേം കോഴ്സിൽ തന്നെ ചേർന്ന് പഠിച്ചവരാണ്. വളരെ വാസ്റ്റ് സിലബസ് ആണ് നമ്മുടെ സുവോളജി ആൻഡ് ബോട്ടണി. ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ലോങ് ടേം കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ സിലബസിൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പ്ലാസ്മോഡിയം ബയോവാക്സിനെ കുറിച്ച്, അതിൻ്റെ ലൈഫ് ഹിസ്റ്ററി, ലൈഫ് സൈക്കിള് വളരെ വ്യക്തമായി നോക്കാം. 3 പാരസൈറ്റിക് പ്രോട്ടോസോൺസ് ആണ് പ്രോട്ടിസ്റ്റയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെയാണ് എൻഡമീബർഗ് ഹിസ്റ്റോളിറ്റിക്ക, ട്രിപ്പനോസോമ ഗാംബിയൻസ്, പ്ലാസ്മോഡിയം ബയോവാക്സ്. അതിൽ നമ്മുടെ പ്ലാസ്മോഡിയം ബയോവാക്സിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. മലേറിയയ്ക്ക് കാരണമായ രോഗാണുവാണല്ലോ പ്ലാസ്മോഡിയം. ഇതൊരു ഡൈജനറ്റിക് പരാതമാണ്. ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. അതായത് പ്ലാസ്മോഡിയത്തിന്റെ ജീവചക്രം പൂർത്തിയാക്കാൻ 2 ആതിഥേയ ജീവികൾ, അതായത് ഹോസ്റ്റുകൾ ആവശ്യമുണ്ട്. അതാണ് ഡൈജനറ്റിക് പാരസൈറ്റ്, ഡൈജനറ്റിക് പരാതം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയത്തിന്റെ ജീവചക്രത്തിൽ അലൈംഗിക ഘട്ടവും, അതായത് എസെക്ഷൽ ഫേസും, ലൈംഗിക ഘട്ടവും സെക്ഷൽ ഫേസും കാണപ്പെടുന്നു. അലൈംഗിക ഘട്ടം പൂർത്തിയാക്കുന്നത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റായ മനുഷ്യരിലാണ്. ലൈംഗിക ഘട്ടം പൂർത്തിയാക്കുന്നത് ഡെഫിനറ്റ് ഹോസ്റ്റായ പെൺ അനോഫിലിസ് കൊതുകുകളിലാണ്. അപ്പൊ മാറിപ്പോകരുത്. അപ്പോൾ അലൈംഗിക ഘട്ടം, അതായത് എസെക്ഷൽ ഫേസ് എവിടെയാണ് നടക്കുന്നത്? മനുഷ്യനിലാണ്. അലൈംഗിക ഘട്ടം നടക്കുന്ന മനുഷ്യൻ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. അപ്പൊ ലൈംഗിക ഘട്ടം പൂർത്തിയാക്കുന്നത് പിന്നെ ഏതിലാണ്? ഡെഫിനറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള പെൺ അനോഫിലിസ് മസ്കറ്റിയിലാണ്. ഇവിടെ ഈ നമുക്ക് സെക്ഷൽ ഫേസിന്റെ വ്യക്തമായിട്ട് നോക്കാം. ഇതില് പലർക്കും സംശയമുള്ള ചില കാര്യങ്ങളുമെല്ലാം ഞാൻ പറയാൻ പല ടെക്സ്റ്റുകളിൽ ചില മിസ്റ്റേക്കുകളുള്ളതും ഒക്കെ. അതിന് ഡയഗ്രാം ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഞാൻ പറയാം അതിൻ്റെ വിവിധ കാര്യങ്ങൾ. അതായത് മൊത്തം നമുക്ക് പ്ലാസ്മോഡിയത്തിന്റെ ജീവചക്രം പഠിക്കാനായിട്ട് 2 മെയിനായിട്ട്, അതായത് അനോഫിലിസ് മോസ്കിറ്റയിൽ പെൺ കൊതുകില് ഉള്ള കാര്യം, ദെൻ ഇൻ മാൻ, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള മാനില്. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള മാനിലെ ലൈഫ് ഹിസ്റ്ററി നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ലിവർ സെല്ലിൽ നടക്കുന്നത്, ദെൻ RBCയിൽ നടക്കുന്നത്. ഇപ്പൊ ലിവർ സെല്ലിൽ നടക്കുന്ന ഭാഗമാണ് എന്താ, എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയും. ഇവിടെ RBCയിൽ എറിത്രോസൈറ്റ് സൈക്കിൾ. ഇതെന്താണ്? അപ്പൊ അതുപോലെ എറിത്രോസൈറ്റ് സൈക്കിളിൽ നമ്മൾ ഗോൾജി സൈക്കിൾ എന്ന് പറയും. ഇതെല്ലാം ഓർത്തിരിക്കുക. പിന്നെ സൈക്ലിൻ മോസ്കിറ്റോ, പിന്നെ സെക്ഷൽ ഫേസ്, അതിനെ നമ്മുടെ മോസ്കിറ്റോയിൽ നടക്കുന്ന ഈ സൈക്കിളിനെ, പ്രത്യേകിച്ച് സെക്ഷൽ ഫേസിനെ സൈക്കിൾ ഓഫ് റോസ് എന്നും പറയും. ഞാൻ വഴിയെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം അലൈംഗിക ഘട്ടം, അതായത് എസെക്ഷൽ ഫേസ്. എക്സോ എറിത്രോസൈറ്റിക് സൈക്കിൾ ആണ്, അതായത് അലൈംഗിക ഘട്ടം. അതിനെ ആദ്യം
എക്സോ എരിത്രോസൈറ്റിക് സൈക്കിൾ, ദെൻ എരിത്രോസൈറ്റിക് സൈക്കിൾ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതാ ഇത് സൈക്കിളാണല്ലോ, ഒരിടത്തു നിന്ന് തുടങ്ങി അവിടം വരെ നമുക്ക് എങ്ങനെ വരുന്നു വ്യക്തമായിട്ട് ഞാൻ പറയുന്ന ഒരു കൂട്ടത്തിൽ വന്നാൽ മതി, അന്നേരം മനസ്സിലാവും. പ്ലാസ്മോഡിയം വൈവാക്സിന്റെ സാംക്രമിക രൂപമാണ്, അതായത് ഇൻഫെക്റ്റീവ് ഫോമാണ് സ്പോറോസോയിഡ്സ്. ഇതുപോലെ ചോദിക്കാം, എൻഡമീബയുടെ സാംക്രമിക രൂപം ഏതാണ്, ട്രിപ്പനോസോമയുടെ അതെല്ലാം അങ്ങോട്ടുകൊണ്ട് മാറിപ്പോ. അതൊക്കെ സ്പോറോസോയിഡ്സ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സിന്റെ സാംക്രമിക രൂപം ഒരാളിലേക്ക് കയറി പറ്റുന്നത് സ്പോറോസോയിഡ്സ് ആണ്. അപ്പോൾ ഓക്കെ, ഒരു ഇൻഫെക്റ്റീവ് മോസ്കിറ്റോ, അതായത് രോഗം പിടിപെട്ട അനോഫിലിസ് പെൺകൊതുക് ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ സ്പോറോസോയിഡ്സ് രക്തത്തിൽ പ്രവേശിക്കും. കണ്ടോ, രക്തത്തിലൂടെ അവ കരളിൽ പ്രവേശിക്കും. ഓക്കെ, when an infected mosquito bites a person, infected mosquito, ഇവിടെ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയും, അതിലേക്ക് വരാം. ഇപ്പോൾ when an infected mosquito, അതായത് രോഗം പിടിപെട്ട അനോഫിലിസ് പെൺകൊതുക്, അനോഫിലിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുക് ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഇൻഫെക്റ്റീവ് ഫോം കണ്ടോ, അതിന്റെ പ്രൊബോസിലിരിക്കുന്ന ഇൻഫെക്റ്റീവ് ഫോം നമ്മുടെ ബോഡിയിലേക്ക് വരും. ആദ്യം രക്തത്തിൽ വരും. രക്തത്തിൽ വരുമ്പോൾ നേരിട്ട് RBCയിൽ പോകത്തില്ല, അത് ലിവർ സെല്ല് വരും. രക്തത്തിലൂടെ വന്ന ലിവർ സെല്ല് കണ്ടോ, ലിവർ സെല്ല് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്തുണ്ടാകും, ധാരാളം ക്രിപ്റ്റോമീറോസോയിഡ്സ് റിലീസ് ചെയ്യുന്നു അല്ലെ. ഇവിടെ നമുക്ക് ക്രിപ്റ്റോസോയിഡ്സ് എന്നും ഇതിനെ പറയാം. അപ്പൊ ചില ടെക്സ്റ്റുകളിൽ ഇവിടെ ഇതിനെയും മീറോസോയിഡ്സ് എന്ന് പറയും. പക്ഷേ മീറോസോയിഡ്സ് എന്ന് നമ്മൾ കഴിയുന്നതും പറഞ്ഞിങ്ങനെ ശീലിക്കണം. ഏതാ, RBCയിൽ നിന്ന് പുറത്തു വരുന്നതാണ് മീറോസോയിഡ്സ്. അത് ഞാൻ അന്നേരം പറയാം, അത് പറയുമ്പോൾ പറയാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക ഒന്നും കൂടെ, ഒരു രോഗം പിടിപെട്ട അനോഫിലിസ് പെൺകൊതുക് ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ അതിന്റെ പ്രൊബോസിലുള്ള സ്പോറോസൈറ്റ്സ് ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അതിൽ ബ്ലഡിലൂടെ അത് ലിവർ സെല്ല് വരും. ലിവറിൽ അത് പല പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്രിപ്റ്റോസോയിഡ്സ് പുറത്തു വരും. എന്താണ് ക്രിപ്റ്റോസോയിഡ്സ്? അപ്പൊ ക്രിപ്റ്റോസോയിഡ്സ് പ്ലാസ്മോഡിയം ആർ ഫോംഡ് പ്രീ എരിത്രോസൈറ്റിക് സൈക്കിൾ, അതായത് എക്സോ എരിത്രോസൈറ്റിക് സൈക്കിളിന്റെ മറ്റൊരു പേരാണ് പ്രീ എരിത്രോസൈറ്റിക് സൈക്കിൾ. ദെൻ അതിനുശേഷം ഇതിൽ നിന്ന് വരുന്ന ക്രിപ്റ്റോസോയിഡ്സ് ഇനി എന്ത് സംഭവിക്കുന്നു, RBCയിൽ പ്രവേശിക്കുന്നു. കണ്ടോ അല്ലേ. പിന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ ക്രിപ്റ്റോ മീറോസോയിഡ്സിൽ നിന്ന് മെറ്റാ ക്രിപ്റ്റോസോയിഡ്സും ഉണ്ടാകും. അത് ഓർത്തിരുന്നാൽ മതി, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നില്ല. അപ്പോൾ ക്രിപ്റ്റോസോയിഡ്സ് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു പേര് ക്രിപ്റ്റോമീറോസോയിഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ക്രിപ്റ്റോസോയിഡ്സ് RBCയിൽ പ്രവേശിക്കും. RBCയിൽ കയറിയതിന് ശേഷം ഉള്ള കാര്യം ഒന്ന് നോക്കുക. എരിത്രോസൈറ്റിക് സൈക്കിൾ, അതായത് എരിത്രോസൈറ്റിക് ചക്രം, ഇവ അരുണ രക്താണുക്കളെ, അതായത് ഇത് RBCകളെ ആക്രമിച്ച് അവയ്ക്കുള്ളിൽ വളർന്ന് ട്രോഫോസോയിറ്റുകളാകും. അതാ ഈ പേരുകളെല്ലാം ഓർക്കുക. അപ്പോ RBC അരുണ രക്താണുക്കൾ അല്ലെ, അതിൽ പ്രവേശിച്ചിട്ട് അതിന് എന്തെല്ലാം മാറ്റം വരുന്നു, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോ ഇവിടെ ട്രോഫോസൈറ്റ്, അതായത് RBCക്കകത്തുള്ള ഹീമോഗ്ലോബിൻ എല്ലാം ഭക്ഷിച്ച് പിന്നെ അതുകൊണ്ട് വലുതാകും. അപ്പൊ അങ്ങനെ ആ ഒരു ഫീഡിങ് ആൻഡ് ഗ്രോയിങ് സ്റ്റേജിനെ പറയുന്നതാണ് എന്താ, ട്രോഫോസോയിറ്റ്. ഈ ട്രോഫോസോയിറ്റില് എന്ത് വരുമെന്ന് അറിയാമോ, ഒരു ഫേനം, അതായത് വാക്യൂൾ, ഒരു ഫേനം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ RBCക്ക് ഇപ്പോൾ ട്രോഫോസൈറ്റായി, ആ ട്രോഫോസൈറ്റ് എന്തായിട്ട് മാറുന്നു, സിഗ്നറ്റ് റിംഗ് ഘട്ടം എന്ന് പറയും, സിഗ്നറ്റ് റിംഗ് സ്റ്റേജ്. ഇപ്പൊ ട്രോഫോസൈറ്റ് എങ്ങനെയാണ് സിഗ്നറ്റ് റിംഗ് സ്റ്റേജ് ആയത്, അതില് ഒരു ഫേനം ഡെവലപ്പ് ചെയ്യും. കണ്ടോ, ഒരു വാക്യൂൾ ഡെവലപ്പ് ചെയ്യും. അതാണ് സിഗ്നറ്റ് റിംഗ് സ്റ്റേജ്. അപ്പൊ അല്ലെങ്കിൽ സിഗ്നറ്റ് റിംഗ് ഘട്ടം. അപ്പൊ സിഗ്നറ്റ് റിംഗ് ഘട്ടം എവിടെയാണ്, നമ്മുടെ ഗോൾജി സൈക്കിളിലാണ്. എരിത്രോസൈറ്റിക് സൈക്കിളിന്റെ മറ്റൊരു പേരാണ് ഗോൾജി സൈക്കിൾ. അപ്പൊ ഇനി ആ സിഗ്നറ്റ് റിംഗ് ഘട്ടത്തിന് എന്ത് സംഭവിക്കുന്നു, അവിടെ അമീബോയിഡ് സ്റ്റേജ്. എന്നിട്ട് ഇത് പല പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. then this will fill the interior of the RBC. അതിൽ നിന്ന് ധാരാളം മീറോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ RBCക്കകത്ത് ക്രിപ്റ്റോസോയിഡ്സ് കയറിയിട്ട് അവിടെ ഒരു ഫേനം ഡെവലപ്പ് അത് ഫീഡിങ് സ്റ്റേജ് ആണ്. അന്നേരം ട്രോഫോസോയിറ്റ് അതിലത്തൊരു ഫേനം ഡെവലപ്പ് ചെയ്തു, സിഗ്നറ്റിംഗ് സ്റ്റേജ്, അത് അമീബോയിഡ് സ്റ്റേജ്, എന്നിട്ട് പല പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ട് എന്താ മീറോസോയിഡ്സ് ഉണ്ട്. അപ്പൊ ഈ അമീബോയിഡ് സ്റ്റേജിൽ നിന്ന് ഏത് സ്റ്റേജ് ആണ് അത് മനസ്സിലാക്കുക. എന്താ, സിഗ്നറ്റിംഗ് ഘട്ടം കഴിഞ്ഞിട്ട് ഇവയുടെ അടുത്ത വളർച്ചാ ഘട്ടമാണ്
അമീബോയിഡായി അല്ലെ. എന്നിട്ട് പൂർണ്ണ വളർച്ച എത്തിയ ട്രോഫോസോയിറ്റിന് ഷൈസോണ്ട് എന്താ പറയും, ഷൈസോണ്ട്. അപ്പൊ പൂർണ്ണ വളർച്ച എത്തിയ എന്ന് പറയാം അമീബോയിഡ് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയ ട്രോഫോസോയിറ്റ്. ഈ ട്രോഫോസോയിറ്റിനെയാണ്, ഇതെല്ലാം ട്രോഫോസൈറ്റ് തന്നെ. ആ ട്രോഫോസൈറ്റിൽ ഒരു ഫേനം ഡെവലപ്പ് ചെയ്തപ്പോൾ സിഗ്നൽ സ്റ്റേജ് ആയി, അത് അമീബ ഷേപ്പ് ആയപ്പോൾ അമീബയുടെ സ്റ്റേജ് ആയി, പിന്നെ അത് ഫിൽ ദ ഇന്റീരിയർ ആർബിസി. അങ്ങനെ പൂർണ്ണ വളർച്ച എത്തിയ ഷൈസോണ്ട് എന്ന് പറയും. ആ ഷൈസോണ്ടിൽ ഗണി നടന്നിട്ട്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട്, ഷൈസോഗണി നടന്നിട്ട് മീറോസോയിറ്റ്സ് ധാരാളം ഡെവലപ്പ് ചെയ്തു. മീറോസോയിറ്റ്സ് ഒരു സംശയവും വച്ചിരിക്കരുത്. ഇപ്പോ ഞാൻ പറഞ്ഞാൽ ഒരു സംശയം ഇല്ലല്ലോ. അപ്പൊ ഷൈസോണ്ട് പൊട്ടി മീറോസോയിറ്റ്സ് പുറത്തു വന്നു. ഇതാണ് ടിപ്പിക്കൽ മീറോസോയിറ്റ്സ്. ഈ മീറോസോയിറ്റ്സ് വീണ്ടും RBCയെ ആക്രമിച്ചിട്ട് അത് വീണ്ടും ട്രോഫോസോയിറ്റായി, സിഗ്നൽ അമീബോയിഡ് ഇതായി, ഷൈസ് ഉണ്ടായി, അതിൽ നിന്ന് ഗണി നടന്ന് സെക്കൻഡ് ജനറേഷൻ മീറോസോയിറ്റ്സ് ഉണ്ടാകാം. ഓക്കെ, ഇനി ചില മീറോസോയിറ്റ്സ് നോക്കി ഗാമറ്റോസൈറ്റ്സ് ആയി. കണ്ടോ, എന്തായി? ഗാമറ്റോസൈറ്റ്സ്. ഈ ഗാമറ്റോസൈറ്റ്സ് മൈക്രോ ഗാമറ്റോസൈറ്റ്സും മെഗാ ഗാമറ്റോസൈറ്റ്സും കാണാം. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഷൈസോഗണി നടന്നപ്പോ ഈ ഷൈസോണ്ടിൽ നിന്നും പുറത്ത് ഒരു വിഷവസ്തു വന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് പറയുന്നതാണ് ഹീമോസോയിൻ. എന്താണ്? ഹീമോസോയിൻ. അതാണ് മലേറിയൽ ഫീവറിന് കാരണം. മലേറിയൽ ഫീവറിന് കാരണമായിട്ടുള്ള വിഷവസ്തു ആ ഹീമോസോയിനാണ്. അപ്പൊ ഹീമോസോയിൻ ഏതിൽ നിന്നാണ് ലിബറേറ്റ് ചെയ്യുന്നത്? അതായത് RBCയിൽ നിന്നും മീറോസോയിറ്റ്സ് പുറത്തു വരുമ്പോൾ. ഇനി തീർന്നില്ല, ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ഷൈസോണ്ട് പൊട്ടി മീറോസോയിറ്റ്സ് പുറത്തു വരുന്നല്ലോ. അപ്പൊ ഈ ഘട്ടത്തില് ഈ ഷൈസോണ്ട് നമ്മൾ നോക്കിയാൽ അതിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള ചില തരികള് ഈ ഷൈസോണ്ടിൽ കാണാം. ഷൈസോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രോഫോസൈറ്റ് ഫുള്ളി വളർച്ച എത്തിയ ഈ സ്റ്റേജിനെയാണ് ഷൈസോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷൈസോണ്ടില് മഞ്ഞ കലർന്ന ചില ഓറഞ്ച് നിറത്തിലുള്ള ചില തരികൾ കാണാം. അതിനെ പറയുന്നതാണ്, ആർക്കും പറയാമോ എന്താണ്? ഷഫ്നേഴ്സ് ഡോട്ട്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഷഫ്നേഴ്സ് ഡോട്ട് എവിടെയാണ് കാണുന്നത്? അപ്പോൾ ഷഫ്നേഴ്സ് ഡോട്ട്സ് അഥവാ ഷഫ്നേഴ്സ് ഗ്രാനുൾസ് എന്നും പറയും. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത് അല്ലേ? ഇപ്പൊ എരിത്രോസിറ്റിക് സൈക്കിളിന് നമ്മൾ ഗോൾജി സൈക്കിൾ എന്ന് പറയും. ഇവിടെ നടക്കുന്ന സമയം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു, ചില മീറോസോയിറ്റ്സ് എന്തായിട്ട് മാറി? ഗാമറ്റോസൈറ്റുകളായി. എന്തായി? ഗാമറ്റോസൈറ്റുകളായി. അത് മൈക്രോ ഗാമറ്റോസൈറ്റും ഉണ്ട്, മെഗാ ഗാമറ്റോസൈറ്റും ഉണ്ട്. ഇതിപ്പോ നമ്മുടെ നമ്മുടെ ബ്ലഡിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്താണ് എന്താ? സെക്ഷൽ ഫേസ് വരുന്നത്, അതായത് ലൈംഗിക ഘട്ടം. ഇവിടെ ഇനി നേരെ ഇവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഒരു അനോഫിലിസ് ഇനത്തിൽപ്പെട്ട ഒരു പെൺകൊതുക്, അത് ഇൻഫെക്റ്റീവ് അല്ല, ഒരു അനോഫിലിസ് ഇനത്തിൽപ്പെട്ട ഒരു പെൺകൊതുക് മലേറിയ ബാധിച്ച ഒരു വ്യക്തിയുടെ രക്തം വലിച്ചെടുക്കുമ്പോൾ രക്തത്തോടൊപ്പം എന്തുകൂടെ വരും? രക്തത്തോടൊപ്പം എന്തുകൂടെ പോകും? എന്തുപോകും? ഗാമറ്റോസൈറ്റുകളും കൊതുകിന്റെ ആമാശയത്തിൽ പ്രവേശിക്കും. കേട്ടോ, ഗാമറ്റോസൈറ്റ് ഇതിപ്പോ രക്തം കുടിക്കുമ്പോൾ ഇതിനകത്തോട്ട് പോകുന്ന ആ കാര്യം ഇങ്ങോട്ട് ഇവിടെ കാണിച്ചിരിക്കുക. കണ്ടോ, അതിന്റെ ആമാശയത്തിലോട്ട് വരും ഗാമറ്റോസൈറ്റ്സ്. ഈ ഗാമറ്റോസൈറ്റ്സ് ഏതെല്ലാം ഉണ്ട്? മൈക്രോ ഗാമറ്റോസൈറ്റ്സ് ഉണ്ട്, മെഗാ ഗാമറ്റോസൈറ്റ്സ്. ഇതാണ് മൈക്രോ ഗാമറ്റോസൈറ്റ് എന്നിരിക്കട്ടെ, ഇത് മെഗാ ഗാമറ്റോസൈറ്റ്സ്. മൈക്രോ ഗാമറ്റോസൈറ്റ്സിൽ എക്സ്ഫ്ലജലേഷൻ നടന്നിട്ട് അതിൽ സ്പേം ഉണ്ടാകും. സ്പേംസ് മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് സ്പേം ഉണ്ടാകുന്നത്? കണ്ടോ, ഇതുപോലെ ഫ്ലജല്ല പോലെയുള്ള കുറെ സ്ട്രക്ചർ ഉണ്ടാകും. ആ ഓരോ ഫ്ലജലിൽ നിന്നും സ്പേം ഉണ്ടാകും. അങ്ങനെ കൂടുതൽ സ്പേം, ഒന്നിൽ കൂടുതൽ സ്പേം വരും. ഈ സ്പേമിൽ ഇനി എഗ്ഗ് വേണമല്ലോ. മെഗാ ഗാമറ്റോസൈറ്റ്സിൽ നിന്നും കണ്ടോ, അത് ഫീമെയിൽ ഗാമറ്റ്, അതായത് എന്തുണ്ടാകും? എഗ്ഗ് ഉണ്ടാകും. അപ്പോ മൈക്രോ ഗാമറ്റോസൈറ്റ്സിൽ നിന്ന് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പുംബീജങ്ങൾ കിട്ടി അല്ലെ? സ്പേംസ് ഉണ്ടായി. എങ്ങനെയാ ഉണ്ടായത്? എക്സ്ഫ്ലജലേഷൻ കൊണ്ട്. ഇനി പുംബീജവും അണ്ടവും, അതായത് എഗ്ഗും കൂടെ ചേർന്നിട്ട് നമുക്ക് സിക്താണ്ഡം കിട്ടി. എന്ത് കിട്ടി? സിക്താണ്ഡം, അതായത് സൈഗോട്ട് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം,
സൈഗോട്ട് സിക്താണ്ഡം നീണ്ട ചലനശേഷിയുള്ള ഊക്കൈനൈറ്റായി മാറും. എല്ലാത്തിൻ്റെയും ഡെവലപ്മെന്റിലുള്ള കാര്യമല്ല ഇത്. അത് ഇറ്റ് ഈസ് യുണീക്. അതുകൊണ്ട് ചിലപ്പോൾ എടുത്ത് ചോദിക്കും. അപ്പൊ ഇവിടെ അതിന്റെ അണ്ടവും തുമ്പീജവും കൂടെ ചേർന്നിട്ട് സിക്താണ്ഡം കിട്ടി. സിക്താണ്ഡത്തിന് എന്ത് സംഭവിക്കുന്നു, എന്ത് അച്ചീവ് ചെയ്യുന്നു, അതിന് അത് ഒരു നീണ്ടു വരുന്നു. പിന്നെ ചലനശേഷി, ഇപ്പൊ സിക്താണ്ഡത്തിന് സാധാരണ ചലനശേഷി കാണത്തില്ല. അപ്പൊ ഇതിന് ചലനശേഷിയും കൂടെ വരും. അതിനുശേഷം അതിങ്ങനെ അവസാനം എന്ത് ചെയ്യും, അതിന്റെ പ്രൊബോസിസിൽ, അതായത് സലൈവറി ഗ്ലാൻഡിലോട്ട് എന്ത് രൂപത്തിൽ വരും, സ്പോറോസോയിറ്റ് ആയിട്ട് വരും. ഇവിടെ സ്പോറോഗണി അടക്കം അതൊക്കെ നമ്മുടെ നോക്കിയുണ്ടാവും. അതേപോലെ ഊക്കൈനൈറ്റ് അത് ഊസിസ്റ്റ് ഇവിടെ ഫോം ചെയ്യും. അതിൽ പിന്നെ സ്പോറോഗണി നടന്ന് അവസാനം സ്പോറോസോയിറ്റ്സ് ഉണ്ടാകും. അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഊക്കൈനൈറ്റിൽ നിന്നും അവസാനം സ്പോറോസൈറ്റ്സ് ഉണ്ടാകും. അത് സലൈവറി ഗ്ലാൻഡിൽ വരും. സലൈവറി ഗ്ലാൻഡിൽ വന്നാൽ എന്ത് സംഭവിക്കുന്നുള്ള ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇത് ഇൻഫെക്റ്റീവ് ഫോം ആയാലും അല്ലെ. ഇപ്പൊ ഇൻഫെക്റ്റീവ് ഫോം ഓഫ് മോസ്കിറ്റോ ബൈറ്റ്സ് പേഴ്സൺ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, വെൻ ഡിസ്ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ബൈറ്റ്സ് എ പേഴ്സൺ, സ്പോറോസോയിറ്റ്സ് അത് ഇൻഫെക്റ്റീവ് ഫോം ആണല്ലോ, സാംക്രമിക രൂപമാണല്ലോ, അത് മനുഷ്യനിലേക്ക് കടത്തുന്നു. അതിന്റെ ജീവചക്രം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതായത് നോക്കി, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ ഇനം പ്ലാസ്മോഡിയം സ്പീഷീസുകൾ. ഇവിടെ പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം, പ്ലാസ്മോഡിയം ഒബേൽ. ഒരു തന്നെ ഇൻക്യുബേഷൻ പീരീഡ് ചോദിക്കാം. വിവിധ ഇനം മലേറിയൽ ഫീവർ ഇത് ഓരോന്ന് കോസ് ചെയ്യുന്നത് ചോദിക്കാം. നമുക്ക് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് പഠിക്കാനുള്ളതെങ്കിലും ചിലപ്പോൾ ചോദിക്കുന്നത് ഇതായിരിക്കും, എന്താ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം കോസ് ചെയ്യുന്ന അത് ഏത് തരം മലേറിയൽ ഫീവർ ആണ്, മലേറിയൽ വിറയിലാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ഇൻക്യുബേഷൻ പീരീഡ് 11 to 14 days ആണ്. ചില ടെക്സ്റ്റുകളിൽ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, റഫ്ലി മനസ്സിലാക്കില്ല. ഇത് ബിനൈൽ ടെർഷ്യൻ ഫീവർ ആണ്. അത്രത്തോളം മാരകമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ളതല്ല. ഭയാനകമല്ല. പ്ലാസ്മോഡിയം മലേറിയ 18 to 21 days ആണ്. ക്വാർട്ടൻ മലേറിയ അല്ലെങ്കിൽ കോട്ടൺ ഫീവർ ഉണ്ടാകുന്നത് ഇതാണ്. പേരുകൾ മറക്കുന്ന പോരുത്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം അത് അല്പം പ്രശ്നക്കാരനാണ്. അത് മാലിഗ്രന്റ് ഫീവർ ആണ്. 9 to 12 days ആണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. പ്ലാസ്മോഡിയം ഒവേൽ 9 days ആണ്. മൈൽഡ് ടെർഷ്യൻ ഫീവർ ആണ്. ഓക്കെ, ഇനി നമുക്ക് വെച്ച് ചില 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. ബാക്കിയുള്ളത് എല്ലാ ക്വസ്റ്റ്യനും മോക്ക് ടെസ്റ്റും പിന്നെ എന്താണ് പ്രാക്ടീസ് ടെസ്റ്റും തരും. പിന്നെ നമ്മുടെ ഈ പ്രൊട്ടിസ്റ്റ PDF നോട്ട് അയക്കുമ്പോൾ അതിനോടൊപ്പം 10-25 ക്വസ്റ്റ്യൻ അതും കാണും. അപ്പൊ അത്രയും ചെയ്യുമ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മളതിൽ കിട്ടും. ഓക്കെ, ഏറ്റവും ഉപദ്രവകാരിയായ, അതായത് മോസ്റ്റ് ഡ്രെഡഡ് പ്ലാസ്മോഡിയം ആണ്. അത് ചോയ്സ് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം ആണല്ലോ ഞാൻ പറഞ്ഞു. ദെൻ മലേറിയൽ വിറയലിന് കാരണം എന്താണ്? RBC യിൽ നിന്ന് മീറോസോയിറ്റ്സ് സ്വതന്ത്രമാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഹീമോസോയിൻ ആണ്. അതാണ് ആൻസർ അല്ലേ? അപ്പൊ ചിലർക്ക് തെറ്റിപ്പോകും. RBC യിൽ നിന്ന് ക്രിപ്റ്റോസോയിറ്റ്സ് സ്വതന്ത്രമാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഹീമോസോയിൻ ആണോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്രിപ്റ്റോസോയിറ്റ്സും പിന്നെ മീറോസോയിറ്റ്സും തെറ്റിപ്പോകുന്നത്. ഇത് മീറോസോയിറ്റ്സ് പോകുമ്പോഴാണ്. RBC യിൽ നിന്ന് മീറോസോയിറ്റ്സ് സ്വതന്ത്രമാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഹീമോഗ്ലോബിൻ അല്ലെ. അപ്പൊ എന്തായാലും ഇതൊന്നും എക്സാം ഹാളിൽ നിന്ന് തെറ്റിപ്പോയില്ല. ദെൻ പ്ലാസ്മോഡിയം വൈവാക്സിന്റെ സാംക്രമിക രൂപം ഏതാണെന്നാണ് ചോദിക്കുക. സാംക്രമിക രൂപം ഏതാണ് ശരിക്കും? ക്രിപ്റ്റോസോയിറ്റ്സ്, മീറോസോയിറ്റ്സ്, ട്രോഫോസോയിറ്റ്സ്, സ്പോറോസോയിറ്റ്സ്. ഏതാണ്? സ്പോറോസോയിറ്റ്സ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ജീവചക്രത്തില് സിഗ്നറ്റ് ഘട്ടം ഏതിലാണ് കാണുന്നത്? മനുഷ്യന്റെ RBC, അനോഫിലിസ് കൊതുകിന്റെ RBC, മനുഷ്യന്റെ കരൾ. അത് സ്ട്രൈറ്റ് ആണ് ക്വസ്റ്റ്യൻ. എന്താണ് അത്?
എവിടെയാണ്? സിഗ്നൽ റിംഗ് സ്റ്റേജ് എന്നാണ് കൊടുത്തിരിക്കുക, മനുഷ്യന്റെ RBC-യിൽ അല്ലേ? അപ്പോൾ if you like this video, please subscribe, like and share. Thank you.